എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ദീൻ എന്ന് പറഞ്ഞാൽ? അതിൽ ഒന്നാമത്തെ ആശയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തു, അത് എത്ര വലിയ ശക്തിയാണെങ്കിലും എത്രമേൽ ആദരിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അല്ലാഹുവിനല്ലാതെ ഇബാദത്തിന് അർഹതയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഷഹാദത്ത് കലിമയിൽ ഒന്നാമത്തെ ആ കലിമയുടെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശദമായി ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹു അല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു എന്ന്. ഈ ഏകനാവുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഏകനാണല്ലോ, ഓരോരുത്തരും അവരുടെ നഫ്സിലേക്ക് നോക്കിയാൽ ഒന്നാണ്. പക്ഷെ അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഏകത്വത്തിന്റെ അർത്ഥം? അല്ലാഹു ഏകനാണ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു പറഞ്ഞത് അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്, അഥവാ അന്യാശ്രയമില്ലാത്തവനാണ്. അൽ മസ്മൂദു ഇലൈഹി ഫീ കുല്ലിൽ ഹാജാതി ഫിൽ കൗനി ഫീ ഖൽഖിഹി വഫീ സ്വലാഹിഹി ബഅദ കൗനിഹി എന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തങ്ങൾ പറയുന്നുണ്ട്, ഇമാം മാതുരിദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അല്ലാഹു ഹുവൽ ഗനി വസായിറുൽ അശ്യാഇ മുഹ്താജുൻ ഇലൈഹി. ഇതാണ് അല്ലാഹു ഏകനാണ് എന്നതിനെ പെട്ടെന്ന് മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും പ്രഥമമായ അർത്ഥം, അതിന് വിശാലമായ അർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് വിശദീകരിച്ചു. ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. സമദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സയ്യിദുൽ മസ്മൂദു ഇലൈഹി അല്ലദീ ലഹു കമാലുസ് സിഫാത്തി വകമാലുൽ ഖുവ്വതി വഹുവൽ ഗനി. അവിടെയാണ് പോയിന്റ്. ഈ ആശയമാണ് അല്ലാഹു ഏകനാണ് എന്നതിന്റെ താല്പര്യം. ഈ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കല്. കഴിഞ്ഞില്ല. ലം യലിദ്, അത് മാത്രം പറഞ്ഞാ പോരാ. ലം യലിദ്, അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവനെ മറ്റാരും പ്രസവിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒരു വസ്തുവും ഈ ലോകത്ത് ഇല്ല തന്നെ. അല്ലാഹു വളരെ വിശദമായി തൗഹീദ് എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സുലുസല്ലേ, പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഈ പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഡെഫിനിഷൻ കൃത്യമായി വിശദീകരിക്കുന്നു. ഇനി വേറെ ആരുടെയും വ്യാഖ്യാനം പുതുതായി ആവശ്യമില്ല. അല്ലാഹു പരമാധികാരിയാണ്. അത് തന്നെയാണ് ഫാത്തിഹയിലും പറഞ്ഞത്, അൽഹംദുലില്ലാഹ്. അതിന്റെ അർത്ഥം അല്ലാഹു പരമാധികാരിയാണ് എന്നാണ്. എല്ലാ ലഹുൽ കമാലാത്തു കുല്ലുഹാ, അതാണ് അതിന്റെ അർത്ഥം. റബ്ബുൽ ആലമീൻ, ലോകം മുഴുവനും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മൻദൂഖ് മഫ്ഹൂമാണ് പഠിപ്പിക്കുന്നത്. ഇவ்விധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശേഷണത്തെ കൃത്യമായി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്. അവിടെയാണ് ഇബാദത്തിന്റെ മഅന വേർതിരിയുന്നത്. തഫ്സീർ തബരിയൊക്കെ നോക്കിയാൽ കാണാം, അയ്യാമൻ ഹാദിഹി സിഫത്തുഹു, ഈ വിശേഷണങ്ങൾ, ഇപ്പറഞ്ഞ വിശേഷണങ്ങൾ ഉൾക്കൊണ്ട, ഈ പറഞ്ഞ വിശേഷണങ്ങൾ കൊണ്ട് മുത്തസിഫായ റബ്ബേ, അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം അത് നിനക്ക് മാത്രമാണ്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള സഹായം തേട്ടം നിന്നോട് മാത്രമാണ്. വേറെ പല സഹായം തേട്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ അവർക്കൊന്നും സ്വന്തമായി ഒന്നുമില്ല. സ്വന്തമായി ഒന്നും അവർക്കില്ല. ലോകം മുഴുവനും, അത് അല്ലാഹുവിന്റെ റസൂലാണെങ്കിലും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും ഈ പ്രപഞ്ചം മുഴുവനുമാണെങ്കിലും അവർക്ക് സ്വന്തമായി ഒന്നും തന്നെയില്ല. എല്ലാം നിന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്നംഗീകരിച്ചുകൊണ്ടുള്ള വണക്കവും എന്നംഗീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ആ സഹായം തേട്ടവും ഒക്കെ നിനക്ക് മാത്രമാണ് എന്നംഗീകരിക്കുകയാണ്. ഇതാണ് തൗഹീദ്. ഈ തൗഹീദാണ് നമ്മിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതിലും വലിയൊരു നിഅമത്ത് വേറെയില്ല എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഇതിനെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പറയുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഇത്തഖദ റഹ്മാനു വലദാ, അല്ലാഹുക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവമേറിയ അപകടകരമായ കാര്യമാണ് അവർ പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അതിന്റെ ഒരു ലാഞ്ചന പോലും, അതിന്റെ ഒരു അംശം പോലും നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു പോകരുത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ഈ വാക്ക് കേട്ട് ആകാശം പൊളിഞ്ഞു വീഴാനടുത്തു. വതൻഷഖുൽ അർദു, ഭൂമി പിളരാനടുത്തു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ പൊടിയുകയാണ്, പർവ്വതങ്ങൾ പൊടിപൊടിയുകയാണ്, പർവ്വതങ്ങൾ പൊടിയാനടുത്തു. എന്തിന്റെ പേരിൽ? അൻദഉ ലിർറഹ്മാനി വലദാ, അല്ലാഹുക്ക് മകനുണ്ട് എന്നവർ പറഞ്ഞതിന്റെ പേരിൽ. അത്രമേൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് ചേർക്കാൻ പറ്റാത്ത. എന്താണ് അതിന്റെ താല്പര്യം? അള്ളാഹ്ക്ക് മറിയം ബീവിനെ അങ്ങോട്ട് കണ്ടപ്പോ പിന്നെ ആകെ കണ്ട് മാറിയ ആള്, പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, കേറി പിടിച്ചു. ഇതല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊളിഞ്ഞു വീഴുന്ന അപകടകരമായ വാക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വതൻഷഖുൽ അർദു, ഭൂമി പിളരാനടുത്തു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ പൊടിഞ്ഞു വീഴാനടുത്തു. അൻദഉ ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? വൽ മഅന അന്ന ഹൗല ഹാദിഹിൽ കലിമ വഇളമഹാ അല്ലെങ്കിൽ വഅളമതഹാ بحيث لو تصورت അല്ലെങ്കിൽ لو تصورت بصورة محسوسة لم تتحملها هذه الأجرام العظام وتفتتت من شدتها. ആ വാക്കിനെ ഒരു ഭൗതിക വസ്തു പോലെ അതിനെ രൂപപ്പെടുത്തിയാൽ അതിനെ താങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ കേൾക്കാനുള്ള കഴിവ് ആകാശത്തിന് പോലുമില്ല, ഭൂമിക്കില്ല, പർവ്വതങ്ങൾക്കില്ല. അത്രമേൽ വൃത്തികെട്ട വാക്കാണ് ആ വാക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിധത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ, ഈ വിശ്വാസത്തെ അതിൻ്റെതായ മെറിറ്റോടുകൂടെ കാത്ത് സംരക്ഷിക്കുകയും അല്ലാത്തതിനോടൊക്കെ ആ വിധത്തിലുള്ള അകലവും വെറുപ്പും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുക, അതിനെ നിലനിർത്തുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചതാണ്. നമുക്ക് ചിലപ്പോ നിർബന്ധ സാഹചര്യത്തിൽ നമുക്ക് പലതരത്തിൽ സഹകരിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നാം ഈ അടിസ്ഥാന വിഷയത്തെ മറന്നു പോവാതെ സൂക്ഷിക്കണം. ഇவ்விധത്തിൽ നമ്മുടെ തൗഹീദിനെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഒന്നാമത്തെ അമാനത്ത്. ഒന്നാമത്തെ വിഷയം അതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന ശീല അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ബാധ്യത. എന്നാൽ അതിന്റെ പേരിൽ ശിർക്കല്ലാത്തതിനൊക്കെ ശിർക്കാക്കി, അതിനൊക്കെ തൗഹീദിന്റെ നവാഖിദാക്കി എന്തെങ്കിലും പോയത്തങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊന്നും ദീനാവുകയില്ല. ചില ആളുകൾ പറയുന്നു അള്ളാഹുവിൽ ശിർക്കേൽപ്പിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൽ മറ്റു പല വസ്തുക്കളെ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്, ശരിയാണ്, അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നിയതിനൊക്കെ അങ്ങോട്ട് ശിർക്കാക്കുക. അത് പറ്റുമോ? അത് പറ്റില്ലല്ലോ. ശരിയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, നബിയെ തങ്ങൾക്കും തങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കൾക്കും അല്ലാഹു വഹി നൽകിയതാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. തങ്ങളിൽ നിന്ന് അല്പം ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഒരൽപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, തങ്ങളുടെ സകല അമലും പൊളിഞ്ഞു പോകും.
ഒരു മനുഷ്യൻ 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു. ഈ നന്മകളൊക്കെ നിഷ്ഫലമാകും മരിക്കുന്ന സമയത്തോ അതിന്റെ മുമ്പോ അവരിൽ നിന്ന് ഒരു ശിർക്ക് സംഭവിച്ചു പോയാൽ. അതുകൊണ്ട് വളരെ അപകടകരമാണ്, കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഈ ഈമാനിനെ സംരക്ഷിക്കേണ്ടതാണ്. അത് ശിർക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വരുന്ന പല രൂപങ്ങളുണ്ട്. അതിനെയൊക്കെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. എന്നാൽ ഈ ആയത്ത് ഓതുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹു ആദരിച്ചവരെയും ആദരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ശിലയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പോലെ രണ്ടാമത് അത് 1000 വട്ടം പറഞ്ഞാലും ഒരാൾ മുസ്ലിം ആകുന്നില്ല. തൊട്ടടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതും പറയണം. അതിനോട് ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം. അവിടെ നിങ്ങൾ മനസ്സിലാക്ക്, പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, യാ അയ്യുഹൻ നബിയു ലാ തർഫു യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. സൂറത്ത് ഹുജറാത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ വളരെ വിനയത്തോടുകൂടെ സൗമ്യമായി ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരുമ്പോൾ അവരുടെ ശബ്ദത്തെക്കാൾ ഉയരാതെ വളരെ അച്ചടക്കത്തോടുകൂടെ സംസാരിക്കണം. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുസ് സാദാത്ത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിച്ചാലോ അൻ തഹബത അഅമാലുകും, നിങ്ങളുടെ അമല് പൊളിയും. ശിർക്ക് വന്നാൽ അമല് പൊളിയുമെങ്കിൽ മഹാന്മാരെ ചെറുതാക്കിയാലും അമല് പൊളിയും. ഇതാന്റെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ഇത് ഉൾക്കൊള്ളുന്നവരുടെ പേരാണ് സുന്നികൾ എന്ന്. ഇവിടെ ചില തൗഹീദിക്കാരുണ്ട്, അവർക്ക് ശിർക്ക് മാത്രമേ പറയാൻ അറിയൂ. തഅദീമു മാ അല്ലാഹയെ സംബന്ധിച്ച് ഒരക്ഷരം അവർ ഉരിയാടുകയില്ല. അവർക്കതിന് സാധ്യമല്ല. അവരുടെ കിബിർ അതിനവർ സമ്മതിക്കുകയില്ല. അലൈഫ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർക്കതിന് സാധ്യമല്ല. എന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ ഏകത്വത്തെ അതിൻ്റെതായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി നമ്മൾ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒപ്പം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നമ്മൾ അതിന്റെ ഒപ്പം ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി നമുക്കതിന്റെ ഒപ്പം പറയാനുള്ളതാണ് അള്ളാഹുവിന്റെ ഹക്കിനെ മാനിക്കുന്നതോടൊപ്പം അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹു തെരഞ്ഞെടുത്ത മഹത്തുക്കളായ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരോടുള്ള ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചില്ലെങ്കിലുള്ള അപകടം, ശിർക്ക് സംഭവിച്ചാൽ അമല് പൊളിയുമെങ്കിൽ അതേ അപകടം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവമതിച്ചാൽ അമല് പൊളിയും. നീ എത്ര ഹജ്ജ് ചെയ്തിട്ടും, നീ എത്ര തൗഹീദ് പ്രസംഗിച്ചിട്ടും, നീ എന്തൊക്കെ സലഫിസം പറഞ്ഞിട്ടും കാര്യമുണ്ടാവുകയില്ല. അൻതഹബത അഅമാലുകും, നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. എന്നാൽ അവിടെ ഒന്നുകൂടെ ഗൗരവമുണ്ട്. അമല് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിർത്തിയില്ല. അൻതഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, അത് നിങ്ങൾ അറിയുക പോലുമില്ല. അറിഞ്ഞാ തൗബ ചെയ്യുമല്ലോ, അറിഞ്ഞാ പിന്നെ മാപ്പ് അപേക്ഷിക്കുമല്ലോ. പക്ഷെ അതിന് നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല. നിങ്ങൾക്കിത് തെറ്റാന്ന് തോന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ മഹത്വമാണ്. അവരോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എന്ന് അവർ പറയും. വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ,
അങ്ങനെ അവർ ധരിക്കുന്നത്. ഞങ്ങൾ ഒന്നാം തരം തൗഹീദാണ് പറയുന്നത്, ഞങ്ങൾ ഒന്നാം തരം സുന്നത്താണ് പറയുന്നത് എന്നാണ് അവരുടെ ധാരണ. അള്ളാഹ് പറഞ്ഞ് എത്ര കൃത്യമാണെന്ന് നോക്കൂ. അവരുടെ വലിയ താടിയും അവരുടെ ആ ഒരു ചിട്ടം മറ്റൊക്കെ കാണുന്നവര് പോലും തെറ്റിദ്ധരിച്ചു പോവും. അത്ര ഉഷാറാണെന്ന് അവർ ധരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് എത്ര കൃത്യമാണ്. നിങ്ങളുടെ അമല് പൊളിഞ്ഞിരിക്കുന്നു, അത് ഇനിയും പൊളിയും. അത് അള്ളാഹുവിന്റെ അടുത്ത് മഖ്ബൂലല്ല. അത് മഖ്ബൂലല്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ശുഊർ പോലുമില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് തൗബ ചെയ്യാനും സാധ്യമല്ല. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. തൗബയില്ലാത്ത കുറ്റമാണ് അള്ളാഹിന്റെ ഔലിയാക്കളെ നിന്ദിക്കലെന്നാണ് പറഞ്ഞത്. അള്ളാഹുമായി യുദ്ധത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് ജയമില്ല എന്നർത്ഥം. ഖിയാമത്ത് നാളെ വരെ ലാനത്തുണ്ട്. അള്ളാഹ് ബഹുമാനിച്ച അള്ളാഹിന്റെ ഖലീഫയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചതാ കാരണം. യൗമുദ്ദീന് വരെയാണ് തൗബ സ്വീകരിക്കുന്ന സമയം. അപ്പൊ തൗബയില്ലാത്ത കുറ്റമാണ് അള്ളാഹുവിന്റെ ഔലിയായിനെ, അംബിയായിനെ അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുന്നത് എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത് രണ്ടിനെയും, തൗഹീദിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം അതിന്റെ തുടർച്ചയായ അതിന്റെ അനുബന്ധമാണ് അള്ളാഹുവിന്റെ അതിന്റെ ലവാസിമിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നാം അവരെ സിയാറത്ത് ചെയ്യുകയും അവരിൽ നിന്ന് ദുആ തേടുകയും അവരെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ അധ്യായമിട്ടിട്ടില്ലേ? ബാബു മൻ ഇസ്തആന ബിൽ ദുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബ്. യുദ്ധത്തിൽ സാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നതിന്റെ അധ്യായം. സാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നു. ഇവിടെ പുത്തനാശയക്കാർക്ക് എപ്പോഴും പറയാനുള്ള ഒരു വാക്കാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ഇത് പറഞ്ഞുകൊണ്ടാണ് പൊട്ടീസാക്കല്. ദുആയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. ദുആയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. എന്താ ഇതിന്റെ അർത്ഥം? ദുആയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വേറെയുള്ളൊന്നും ഇബാദത്തല്ലാന്നോ? എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അതൊന്നും മനസ്സിലാക്കാതെ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ, അഭൗതികമായ രൂപത്തിൽ സഹായം കൊതിച്ചാൽ അത് നാവുകൊണ്ട് പറയണമെന്നില്ല. ആ ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ അത് ശിർക്കാണ്, അത് ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് എത്രയോ പുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിച്ച ഇവരെന്ത് പറയും? ഇമാം ബുഖാരി തങ്ങൾ ബുഖാരി സഹീഹിൽ അധ്യായമിടുകയല്ലേ, ബാബു മൻ ഇസ്തആന ബിൽ ദുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബി. യുദ്ധത്തിൽ ദുഅഫായിന് എന്താ പണി? ദുഅഫായിൽ അഖ്വിയ അല്ലേ യുദ്ധത്തിന് വേണ്ടത്? മസിൽ പവറുള്ള ആളുകളല്ലേ യുദ്ധത്തിന് വേണ്ടത്? അതല്ലേ ഭൗതിക മാർഗം? ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ കാണാം ഐ ബി ബറകതിഹിം വദുആഇഹിം. അവരുടെ ബറക്കത്ത് കൊണ്ട് സഹായം തേടുന്നു. അതാ അഭൗതിക രൂപത്തിലുള്ള സഹായമല്ലേ? ഇമാം ബുഖാരി മുശ്രിക്കാണോ? അത് ഉദ്ധരിച്ച അതുമായി ബന്ധപ്പെട്ട ഹദീസ് പ്രധാനമായി 2 ഹദീസാണ് കൊണ്ടുവന്നത്. അതിൽ രണ്ടാമത്തെ ഹദീസ് ഏതാണെന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഗ്സു ഫിആമു മിനൻ നാസ്. ജനങ്ങൾ യുദ്ധം ചെയ്യും, അവർക്ക് യുദ്ധം പ്രയാസപ്പെടും. ആ സമയത്ത് വയുനാദി വിളിച്ചു പറയും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്. എവിടെയെങ്കിലും വല്ല സഹാബിമാരുണ്ടോ നോക്കൂ. അപ്പൊ സഹാബിമാരൊന്നും ഉള്ള കാലല്ല, അപൂർവമാണ്, പരിസരത്തൊന്നുമില്ല. താബീങ്ങൾ യുദ്ധം ചെയ്യുന്നു. അപ്പോ യുദ്ധം പ്രയാസം അനുഭവിക്കുമ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, എവിടെയെങ്കിലും ഒരു സഹാബി ഉണ്ടോ എന്ന് നോക്കൂ. ആ സഹാബി വരുന്നു, ഫയുഫ്തഹു ലഹും. അവരുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാകുന്നു. അഭൗതിക രൂപത്തിലല്ലേ? സഹാബി വന്നിട്ട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയല്ല, അവരുടെ ആ ഹുദൂറിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹിന്റെ റസൂലിനെ തൊട്ട, അള്ളാഹിന്റെ റസൂലിനെ കണ്ട ആ സുഹബത്തിന്റെ ബറക്കത്ത്, ആ ബറക്കത്ത് അവിടെ ഹാദിറാകുമ്പോൾ
അതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സഹായം ലഭ്യമാകുന്നു, യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു എന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ അതിൽ കൊണ്ടുവന്നത്. ഈ ഹദീസും തത്തുല്യമായ മറ്റൊരു ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരെ കൊണ്ടും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടും മഹാന്മാരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ സ്വലാത്ത് കൊണ്ടുമൊക്കെ അവരുടെ ദുആ കൊണ്ടുമൊക്കെ സഹായം തേടുന്നത് അത് തൗഹീദാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സമർത്ഥിക്കുന്നത്. ഇതിന്റെ പേര് ഇവിടുത്തെ പുത്തനാശയക്കാരുടെ ഭാഷയിൽ ഇതിന്റെ പേര് ശിർക്ക് എന്നല്ലേ ആവുക? എന്നല്ല. എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട ബനൂ ഇസ്രായേലുകാരുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, ഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനും ഞങ്ങളെ നിയന്ത്രിക്കുവാനും ഞങ്ങളെ തർബിയത്ത് ചെയ്യുവാനും ഞങ്ങളുടെ സിയാസത്ത് ചെയ്യുവാനും ഭരിക്കുവാനും പറ്റുന്ന ഒരു നേതാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക, താലൂത്തിനെ രാജാവായി അയക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം സുദീർഘമാണ്. അൽ ബഖറയിൽ ഏകദേശം 1.5 പേജ് അത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്ന ആയത മുൽകിഹി, ഈ വരുന്ന ഈ രാജാവ് രാജാവാണ് എന്നതിന്റെ അടയാളം അൻ യഅതിയകുമുത് താബൂത്ത്, നിങ്ങൾക്ക് ആ താബൂത്ത് വരലാണ്. പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അത്താബൂത്ത്, ആ താബൂത്ത് വരുന്നു, ആ ഒരു പെട്ടി വരുന്നു. പെട്ടിവരവ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ മഹാന്മാരുടെ പെട്ടി, ആ പെട്ടി വരുന്നു. അൻ യഅതിയകുമുത് താബൂത്ത് ഫീഹി സകീന, അതിൽ സമാധാനമുണ്ട്. വബഖിയ്യത്തുൻ, ബഖിയ്യത്തുണ്ട്. മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ, മൂസാ നബിയും കുടുംബവും ഹാറൂൻ നബിയും കുടുംബവും ഉപേക്ഷിച്ചു പോയിട്ടുള്ള ചില മുതബറക്കായ ചില ആധാറുകൾ അതിലുണ്ട്. അത് നിങ്ങൾക്ക് വരും, അതാണ് അതിന്റെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതിന്റെ തഫാസീറുകൾ എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബനൂ ഇസ്രായേലുകാർ യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ഈ പെട്ടി മുന്നിൽ വെക്കുമായിരുന്നു. ഈ പെട്ടി ചുമന്നൊരാളുണ്ടാകുമായിരുന്നു. ആ പെട്ടി കൂടെയുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ടാകുമായിരുന്നു. അങ്ങനത്തെ ഒരു പെട്ടി ഏത് ഭൗതിക മാനദണ്ഡം കൊണ്ടാണ് വഹാബികൾ ഇതിനെ വ്യാഖ്യാനിക്കുക? ഏത് ഭൗതിക മാനദണ്ഡം കൊണ്ടാണ്, ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഈ പെട്ടി കൊണ്ട് സഹായം കിട്ടല്? എന്നാൽ ആ പെട്ടിയിലുള്ളത് എന്താണെന്നറിയോ? ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, അതിൽ അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ട്. വബഖിയ്യ മിമ്മാ തറക ആലു മൂസ, ഐ നഅല മൂസ വഅസാഹു, മൂസാ നബി ധരിച്ചിരുന്ന 2 ചെരുപ്പും അവരുടെ വടിയും അതിലുണ്ട് എന്ന്. മൂസാ നബിയുടെ ചെരുപ്പ് വെച്ച് സഹായം തേടുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള വഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിയുക? മൗദൂദികൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഇത് നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നല്ലേ അർത്ഥം? ഇതിനൊക്കെ എന്തെങ്കിലും ഞൈ പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും സഹീഹായ ഹദീസുകളുമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇൽമിയായി മറുപടി പറയാൻ കഴിയുള്ളവരുണ്ടെങ്കിൽ പറയണം. ഐ ബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ, ബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ, ഐ നഅല മൂസ വഅസാ. ജലാലൈനിലുമുണ്ട് എന്റെ ഓർമ്മ. മൂസാ നബി ഉപേക്ഷിച്ച 2 ചെരുപ്പാണ് അതിലുള്ളത്. ആ ചെരുപ്പുള്ള പെട്ടി മുന്നിലുണ്ടെങ്കിൽ അവർക്ക് സഹായമുണ്ടാകുമെന്ന്. ഇത് അഭൗതിക രൂപത്തിലുള്ള സഹായമല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദുആക്ക് അഭൗതിക രൂപത്തിൽ അല്ലാഹുവിൽ നിന്ന് സഹായം ലഭ്യമാണ്, അഭൗതിക രൂപത്തിൽ സഹായമുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ വിധത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിനെ നശിപ്പിക്കാൻ ഇവിടെയുള്ള പുത്തനാശയക്കാർ പ്രവർത്തിക്കുമ്പോൾ, ഇതിന്റെ മുന്നിൽ കൈയും കെട്ടി നിൽക്കാൻ പണ്ഡിതന്മാർക്ക് സാധ്യമല്ല. ഒരംശം ഈമാനുള്ളവർക്ക് സാധ്യമല്ല. അതിവിടെ നടക്കുകയുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്കിതിൽ ആരോടെങ്കിലും ഒരു വെറുപ്പുമില്ല. നമുക്ക് കാര്യങ്ങളെ
ആ പാരമ്പര്യത്തെ അതേപോലെ നിലനിർത്തണം എന്നതാ. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധത്തിൽ വലിയ യുദ്ധതന്ത്രജ്ഞനായ പ്രഗത്ഭനായ നേതാവല്ലേ ഖാലിദ് ബിൻ വലീദ്, സൈന്യാധിപനല്ലേ. അദ്ദേഹം നയിക്കുന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന പോലെ. അപ്പൊ മഹാന്മാരായ കൂടെയുള്ള ആളുകൾ സഹാബത്തും മറ്റൊക്കെ ഉണ്ട്. അവർക്ക് എന്താ ഇങ്ങനെ ചെയ്യുന്നു? യുദ്ധം കൊടുമ്പിരി കൊണ്ടൊരു സമയത്ത് എന്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു തൊപ്പി ഇത്ര വലിയ വലുതാണോ? യുദ്ധം പരാജയത്തിലെങ്ങാനും പെട്ടുപോകില്ലേ? അത് സൂക്ഷിക്കേണ്ട സമയമല്ലേ? അതുകൊണ്ട് തൊപ്പി വേണമെങ്കിൽ നമുക്ക് 10 വേറെ വാങ്ങാം, ആ തൊപ്പിക്ക് വേണ്ടി ഇറങ്ങി നടക്കേണ്ടതില്ലല്ലോ എന്ന് എല്ലാവർക്കും തോന്നല്. അവരുടെ മുഖത്ത് നിന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അത് വായിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം തെരഞ്ഞ് അവസാനം തൊപ്പി കിട്ടി. അങ്ങനെ യുദ്ധം തുടർന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത ഈ സംശയത്തിന്റെ മറുപടി പറഞ്ഞു, അമ്മൽ ഖലൻസുവതു, ആ തൊപ്പി സാധാരണ തൊപ്പിയല്ല. فإن فيها من شعر ناصية رسول الله صلى الله عليه وسلم فإنها ما كانت معي إلا في موقعة إلا وقد نصرت فيها. ആ തൊപ്പിയിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ മുർദാവിൽ നിന്നെടുത്ത ഒരു മുടിയുണ്ട്. ആ മുടിയുള്ള ആ തൊപ്പി, ആ മുടി ഞാൻ അതിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ തൊപ്പി എന്റെ കയ്യിലുള്ള കാലത്തോളം ഏത് യുദ്ധത്തിലും എന്റെ കൂടെ ആ തൊപ്പിയുണ്ടോ എനിക്ക് വിജയമുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ മഹാന്മാരെ കൊണ്ട്, അവരുടെ ആസാറ് കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് സഹായമെടുക്കുന്നത് ഏത് ഭൗതിക മാനദണ്ഡത്തിലാണ് വ്യാഖ്യാനിക്കാൻ വഹാബികളിലെ ഏത് ഗ്രൂപ്പ് വന്നാലും കുഴപ്പമില്ല. എങ്ങനെ സാധിക്കുക? ഒരു സാധ്യതയില്ല. അപ്പോ അതല്ല അതിന്റെ അർത്ഥം. ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ആയത്തിൽ നിന്ന് വേണോ നമുക്ക് പറയാം, ബുഖാരിയിൽ നിന്ന് വേണോ പറയാം, മുത്തഫഖ് അലൈഹി ഹദീസിൽ നിന്ന് വേണോ പറയാം. ഇതിൽ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പരത്തി പറയുന്നില്ല. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദുആ ഹുവൽ ഇബാദ. ഒന്നാമത്തേത് അതിന്റെ നേരെ അർത്ഥം വെച്ചാൽ അത് ശരിയാവില്ലല്ലോ. ദുആ മാത്രമാണ് ഇബാദത്ത്, അല്ലെങ്കിൽ ഇബാദത്ത് മാത്രമാണ് ദുആ. രണ്ടർത്ഥം വെച്ചാലും അത് ശരിയല്ലല്ലോ. വേറെ എന്തെല്ലാം ഇബാദത്തുണ്ട് ഇവിടെ? നോമ്പ് ഇബാദത്തല്ലേ? നോമ്പിന് ഒരു അക്ഷരം പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ. ഹജ്ജ് ഇബാദത്തല്ലേ? ജംറ എറിയൽ ഇബാദത്തല്ലേ? അവിടെ വല്ല പ്രാർത്ഥനയും നിർബന്ധമുണ്ടോ? എന്താ ഈ പറയുന്നത്? അൽ ഹജ്ജു അറഫ. ഹജ്ജ് അറഫയാണ്. അറഫ ഇല്ലാതെ ഹജ്ജില്ല. അപ്പൊ ഹജ്ജിന്റെ ഒരു പ്രധാന ഭാഗമാണ് അറഫ എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. എന്ന പോലെ അദ്ദുആ ഹുവൽ ഇബാദ, അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഐ അദ്ദുആഹു മുഖുൽ ഇബാദ. അത് ഈ ഹദീസിന്റെ വ്യാഖ്യാനമാണ്. അദ്ദുആഹു വൽ ഇബാദ എന്ന് പറഞ്ഞാൽ അതായത് അദ്ദുആഹു മുഖുൽ ഇബാദ എന്നതാണ് അതിന്റെ താല്പര്യം. എന്താണ് അതിന്റെ അർത്ഥം? നാം കൃത്യമായി മനസ്സിലാക്കണം. അദ്ദുആഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ ബഹുമാനപ്പെട്ട ഇമാം ഖത്താബി തങ്ങൾ പറയുന്നുണ്ട്, ഖാലൽ ഖത്താബിയു ഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി മിൻ റബ്ബിഹി അൽ ഇനായ വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊന. ഒരു അടിമ അവന്റെ ഉടമയിൽ നിന്ന് സഹായം തേടുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലും സഹായം തേടുന്നതിനല്ല. ഇസ്തിദ്ആഉൽ അബ്ദി, അബ്ദ്, അബ്ദ് ഇസ്തിദ്ആഉൽ അബ്ദി ക്ഷണിച്ചു വരുത്തലാണ്. മിർ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്ന്, ഉടയ തമ്പുരാനിൽ നിന്ന്, അവന്റെ മാലിക്കായ, അവന്റെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ റബ്ബിൽ നിന്ന് മഊനത്തിനെ തേടലാണ്. അതിന്റെ പേരാണ് ഹഖീഖത്തിൽ ദുആഇന്റെ ദുആ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം ദുആ ആവുകയില്ല.
واستمداده إياه المعونة وحقيقته إظهار الافتقار إليه. ഞാൻ പൂർണ്ണമായി നിന്നിലേക്ക് ആശ്രയിച്ചവനാണ്, നിന്നിലേക്കല്ലാതെ പൂർണ്ണമായ ഒരു ആശ്രയം എനിക്കില്ല എന്ന് അംഗീകരിക്കലാണ് ദുആ എന്ന് പറയുന്നത്. ഏത് ഇബാദത്ത് എടുത്താലും അതിന്റെ അകക്കാമ്പ് ഇതാണ്. നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാലും മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, നേരം വെളുത്ത് വൈകുന്നേരം വരെ അന്നമൊഴിച്ചത് കൊണ്ട് അത് സൗമാവുകയില്ല. അല്ല, ഇനി 24 മണിക്കൂറും ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ട് അത് നോമ്പാവുകയില്ല, അള്ളാഹുവിന്റെ അടുത്ത് മഖ്ബൂലാവുകയില്ല, അള്ളാഹ്ക്കുള്ള ഇബാദത്താവുകയില്ല. മൻ സാമ റമളാന, റമളാൻ മാസത്തിൽ അന്നപാനീയങ്ങളിൽ നിന്ന് ഇംസാക്ക് ചെയ്തു, ഈമാനൻ വിശ്വാസത്തോടുകൂടെ, വഹ്തിസാബൻ, അതാണ് ദുആ എന്ന് പറഞ്ഞത്. ഈ നോമ്പിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഇഹ്തിസാബുണ്ട്. ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, ഞാൻ ഈ നോമ്പനുഷ്ഠിക്കുന്നത് നിന്റെ പൊരുത്തം കിട്ടാനാണ്, എനിക്ക് ആശ്രയം നീയാണ്, നീയാണ് എന്റെ റബ്ബ് എന്നംഗീകരിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അന്നപാനീയങ്ങളിൽ ഒഴിഞ്ഞു നിന്നാൽ അത് ഇബാദത്താണ്. ജംറ എറിയുമ്പോൾ ചാടിക്കളിക്കാണ്, ഓടുകയാണ്, ചാടുകയാണ്. അവിടൊക്കെ പോകുമ്പോ സഫാ മർവയിൽ ഓടുകയാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്ക് ഇതെന്താ കുറെ ഓട്ടം, കുറെ എറിയല്. പക്ഷേ അല്ലാഹ് പറഞ്ഞു അവിടെയും ഇത് എന്റെ റബ്ബായ, എന്റെ മാലിക്കായ, എന്റെ ഇലാഹായ റബ്ബ് പറഞ്ഞു, അതിനെ ഞാൻ അനുസരിക്കുന്നു, ഞാൻ അവന്റെ അടിമയാണ്, ഞാൻ അവനിലേക്ക് സർവാശ്രിതനാണ്, അവനാണ് എന്റെ റബ്ബ്, അതുകൊണ്ട് അവന്റെ പൊരുത്തം എനിക്ക് വേണം എന്ന അർത്ഥത്തിൽ കല്ലെറിയുമ്പോൾ അത് ഇബാദത്താകുന്നു, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താകുന്നു. അതാണ് പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ, എല്ലാ ഇബാദത്തിന്റെയും മജ്ജ കാണാൻ പറ്റില്ലല്ലോ, അത് കൈ ഉയർത്തി ദുആർക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അതും അല്ലാത്തതൊക്കെ അതിൽ പെട്ടു. കൈ ഉയർത്തിയിട്ട് കുറെ നേരം ഇങ്ങനെ നീട്ടി പറഞ്ഞു, മനസ്സിൽ ഇതില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല, അത് ഇബാദത്തല്ല. ഈ ഒരു ആശയം മുഖ്ഖുൽ ഇബാദ, എല്ലാ ഇബാദത്തിന്റെയും അടിസ്ഥാനമായി അതിന്റെ മജ്ജയായി നിലകൊള്ളേണ്ടത് ഈ ഒരു ഇഫ്തിഖാറിനെ വെളിവാക്കലാണ്, ഈ ഒരു അജ്സിനെ വെളിവാക്കലാണ്. ഞാൻ ഒരു കഴിവുമില്ലാത്തവനാണ്, ഞാൻ എന്നല്ല, ഈ ലോകം മുഴുവനും റബ്ബുൽ ആലമീൻ, ലോകം മുഴുവനും റബ്ബിന്റെ മർബൂബാണ്, അതിലെ ഒരണു മാത്രമാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കലാണ് ദുആ എന്ന് പറയുന്നത്, എന്ന് അംഗീകരിക്കലാണ് ദുആ എന്ന് പറയുന്നത്. അത് അംഗീകരിച്ചാൽ അത് അംഗീകരിക്കൽ തന്നെ ഇബാദത്താണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സകല ക്രിയകളും അള്ളാഹു കൽപ്പിച്ചതുപോലെയാണെങ്കിൽ, അള്ളാഹു അംഗീകരിച്ചതുപോലെയാണെങ്കിൽ, നിങ്ങൾ 1000 രൂപ കൊടുത്താൽ അത് ഇബാദത്താവണമെങ്കിൽ ഇത് എന്റെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് എന്നായിരിക്കണം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചാൽ, രാത്രി തറാവീഹ് നിസ്കരിച്ചാൽ അതും ഇബാദത്താവണമെങ്കിൽ നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല, 30 ജുസും പൂർത്തീകരിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിൽ ഈ ഇഹ്തിസാബ് വേണം, ഈ അജ്സ് വേണം, എനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തം വേണമെന്ന ആ ഉൾവിളി വേണം. ഈ ഉൾവിളിയുടെ പേരാണ് ദുആ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, ആർക്കും തന്നെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാതെ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഒരു നല്ല സാഹിത്യകാരൻ എഴുതിയ ഒരു പുസ്തകം ഒരു പക്ഷേ മനസ്സിലാകണമെങ്കിൽ 2-3 വട്ടം വായിക്കേണ്ടി വരും. ആലിമുൽ ഗൈബി വശഹാദയായ റബ്ബിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഒരു പരിഭാഷ വായിച്ചിട്ട് നിയമം പറയാൻ പറ്റില്ല. ജവാമി അൽ കലിമി എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ കലാമും അതിന്റെ ഓരോ അൽഫാദിന്റെ തഹ്തിലും വിശാലമായ അറ്റമില്ലാത്ത മണിമുത്തുകൾ ഉണ്ടെന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ. അതും ഒരു പരിഭാഷ വായിച്ചിട്ട് നിയമം പറയാൻ പറ്റൂല. അതൊക്കെ പഠിച്ച വിശുദ്ധാത്മാക്കളായ നമ്മുടെ മഹാന്മാര് അയിമ്മത്ത് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയത് മനസ്സിലാക്കി പരിശുദ്ധ ദീനിനെ ഉൾക്കൊണ്ട് അതിനെ മുറുകെ പിടിക്കുക. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, അത് അങ്ങനെ പിടിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും.
ആ പ്രയാസം സഹിച്ചുകൊണ്ട് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയികളിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ.